സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നാസർ ഫൈസി കൂടത്തായി, സമസ്തയുടെ വലിയൊരു പ്രതിഷേധം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സർക്കാർ ഒരു സമവായ ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ചർച്ചകൾ വിളിച്ചാൽ തയ്യാറാണെന്ന് സമസ്ത അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ? സ്കൂൾ സമയ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് സർക്കാർ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ചർച്ച ഒരു വിഷയത്തിന്റെ പ്രാഥമികമായിരിക്കുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ആ ചർച്ചക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് മതവിശ്വാസികള് മതസംഘടന ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞതിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറയുന്നത് ചർച്ചക്ക് തയ്യാറാണ്. നടക്കട്ടെ, ചർച്ചയുടെ പരിണിതി എന്താണെന്ന് ആലോചിച്ചതിന് ശേഷം സമര പരിപാടികളെ സംബന്ധിച്ചുകൊണ്ട് സംഘടന കൂടിയിരുന്ന് ആലോചിക്കും. ചർച്ച ഉണ്ട്, ചർച്ചക്ക് വിളിക്കുന്നു എന്നതുകൊണ്ട് സമരം മാറ്റി വെക്കണം എന്ന അർത്ഥമല്ല. സമരത്തിന്റെ ബന്ധപ്പെട്ട പ്രാഥമിക കൺവെൻഷനുകളും അതിന്റെ ബോധവൽക്കരണങ്ങളും പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച എങ്ങനെ ഇരിക്കുമോ, ചർച്ച തൃപ്തികരമാണെങ്കിൽ സമരം മാറ്റി വെക്കും, തൃപ്തികരമല്ലെങ്കിൽ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോഴും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സർക്കാർ ഇതിൽ അയയുന്നു എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായിട്ട് വിമർശനമായിട്ട് സമസ്തയുടെ മുഖപത്രം വരുന്നതിൽ അതിലൊരു മര്യാദകേടില്ലേ? ഒരു പത്രത്തിന്റെ നിലപാട് അതിന്റെ എഡിറ്റോറിയൽ എഴുതുന്നത് സമകാലികമായ വിഷയങ്ങളുമായി കൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, അതിന്റെ ആശംസകൾ ഉണ്ടാവും, പ്രശംസകൾ ഉണ്ടാവും, വിലയിരുത്തലുകൾ ഉണ്ടാവും. അതിന്റെ നിലപാടാണ്, പത്രത്തിന്റെ നിലപാടാണ്. ഒരു പത്രത്തിന്റെ നിലപാട് സംഘടനയുടെ നിലപാടായിക്കൊണ്ട് വിലയിരുത്തുന്നത് ശരിയല്ല. അവസ്ഥയുടെ സുപ്രഭാതത്തിൽ ഒരു പത്രത്തിൻ്റെതായിരിക്കുന്ന ചില പോളിസി ഉണ്ട്. ആ പോളിസിയിൽ നിന്നുകൊണ്ട് അതിന് എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടേയിരിക്കും. അത് സംഘടനയുടെ നിലപാടായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അത് സംഘടനയുടെ നിലപാടല്ല എന്നും പറയുന്നതും ശരിയല്ല. സംഘടന അതിൻ്റെതായിരിക്കുന്ന നിലപാട് ചർച്ച ചെയ്ത് വേറെ തന്നെ മുന്നോട്ട് പോകും. ഒരു എഡിറ്റോറിയലെ വിലയിരുത്തി സംഘടനയുടെ നിലപാടിലേക്ക് ചേർത്ത് വെക്കി പറയേണ്ട കാര്യമില്ല. ശ്രീ നാസർ ഫൈസി കൊടുത്ത ഒറ്റ കാര്യം കൂടി, അതായത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇതിലൊരു സമവായത്തിലേക്ക് വഴങ്ങുകയാണെങ്കിൽ അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഉന്നയിച്ച വിഷയത്തിൽ അത് അംഗീകാരം കിട്ടി, അല്ലെങ്കിൽ ആ പ്രതിഷേധം വിജയം കണ്ടു എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇടത് സംഘടനകളൊക്കെ ഉയർത്തുന്നത്, അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മുഖപത്രത്തിലുള്ള ഇക്കാര്യം അത് സംഘടനയെ സംബന്ധിക്കുന്ന കാര്യമാണ്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ പിന്നോട്ട് പോകും. മറുവശത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു വലിയ വിഭാഗം ഉണ്ടാകും. അത് സമസ്ത കാണുന്നുണ്ടോ? സമസ്ത അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഇടത് സർക്കാരിനെ തള്ളിവിടുക കൂടെ ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം? ഞാനൊരു ട്രെയിൻ യാത്രയിലാണ് അതുകൊണ്ട് പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊരു സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലപാടിനോട് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് തന്നിട്ടുള്ള വ്യക്തമായിരിക്കുന്ന ഉറപ്പാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പാഠ്യപുസ്തകത്തിന്റെ ഭാഗമായി കൊണ്ടുവരില്ല. പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് തീർത്ത് പറഞ്ഞതാണ്. പക്ഷെ അത് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സൂംബോ ഡാൻസുമായി കൊണ്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെയും അതുപോലെ തന്നെ ഹിന്ദു പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നിലപാടുകൾ അറിയാൻ ഗവൺമെന്റ് തയ്യാറാകുന്നതിന് പകരം അത് തുടർന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പറയാനുള്ള അവസരം പോലും ഗവൺമെന്റ് തരുന്നില്ല. മൂന്നാമതായിക്കൊണ്ട് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥന പൂർണ്ണമായി എടുത്ത് കളയണമെന്ന നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. തുടങ്ങി ഒട്ടേറെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളിലും നിലവിലുള്ള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ഞങ്ങളുടെ ഹെഡ്ലൈന് സ്കൂൾ സമയമാറ്റമാണ് എങ്കിൽ പോലും അതിന്റെ ബൈയായി വരുന്ന പല വിഷയങ്ങളും വിദ്യാഭ്യാസ നിലപാടുകളോടുള്ള വിയോജിപ്പാണ്. ഒറ്റ കാര്യം കൂടി ശ്രീ നാസർ ഫൈസി കൊടുത്തായി, അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇതിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉയർന്ന വലിയൊരു ചോദ്യം സംസ്ഥാന സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സമസ്ത പിടിച്ച കടും പിടുത്തത്തിന് സർക്കാർ വഴങ്ങിയെന്ന് തന്നെയാണ്. അപ്പോഴും CBSE സ്കൂളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സമയമാറ്റവും സമയക്രമം അനുസരിച്ചൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ പ്രതികരണമോ ഒന്നും സംസ്ഥയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇത് സർക്കാർ കുട്ടികൾക്ക് മാത്രം ബാധകമാകുന്ന വിഷയമാണോ ഈ പ്രതിഷേധമൊക്കെ, ഈ സമയമാറ്റവും മതപഠനവും ഒക്കെ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടല്ലോ. പറയുമ്പോൾ ഇത് അങ്ങനെ അല്ലാതെ കൂടെയുള്ള ഒരു നിലപാടൊക്കെ ആയിരുന്നല്ലോ സ്വീകരിക്കേണ്ടിരുന്ന സമസ്ത. അപ്പോഴല്ലേ അത് കുറച്ചുകൂടി ന്യായം നീതിപരമൊക്കെ ആവുകയുള്ളൂ? അല്ലല്ല, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയോടാണ്, പൊതുവിദ്യാഭ്യാസമാണ് പൊതുസ്വത്തായി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടുകളോട് വിയോജിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഗവൺമെന്റ് കൊണ്ടുവരുന്നു എന്ന നിലപാടിനനുസരിച്ച് കൊണ്ടാണ്. നിലവിൽ മറ്റു സംവിധാനങ്ങളോട് ഞങ്ങളുടേതായിരിക്കുന്ന ബോധവൽക്കരണങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സമകാലികമായിക്കൊണ്ട് ഗവൺമെന്റ് അതിൽ ഉയർത്തിക്കുന്ന ഒരു കാര്യം പുതിയ വിദ്യാഭ്യാസ സർക്കുലറാണ്. ആ സർക്കുലർ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് പ്രതിഷേധിക്കുന്നത്. അതായത് CBSE അടക്കമുള്ള സംവിധാനങ്ങളിലും ഈ ആവശ്യം സമസ്ത ഉന്നയിക്കുന്നുണ്ട്. അതൊരു പാരലൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു വശത്ത് എന്നുകൂടിയാണ്. ഷുവർ. ഈ സ്കൂൾ സമയമാറ്റം എന്നതിന്റെ പ്രധാന കണ്ടന്റ് സ്കൂൾ സമയം മാറുമ്പോൾ മദ്രസയുടെ സമയം ക്രമീകരിക്കപ്പെടാതെ വരുന്നു എന്ന ആശങ്ക CBSE സിലബസ് സ്കൂളുകളോടും അതുപോലെ തന്നെ അതിന്റെ സംവിധാനങ്ങളോടൊക്കെ വിയോജിക്കുന്നുണ്ട്. അവരോടൊക്കെ തന്നെ അതിൻ്റെതായ നിർദ്ദേശങ്ങൾ ഞങ്ങളുടേതായിരിക്കുന്ന നിലയിലൂടെ കൊടുക്കുന്നുണ്ട്. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളൊക്കെ തന്നെ മുസ്ലിം മതവിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ മതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ആ സ്കൂളിന്റെ സമയം രാവിലെ തന്നെ പലതും 8 മണിക്കും 7 മണിക്കൊക്കെ സ്കൂളും മദർസകളും ആരംഭിക്കുന്നത്. അവിടെ മതം പഠിക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് അവിടുത്തെ സമയത്തെ സംബന്ധിച്ചൊക്കെ ആശങ്ക നിലനിൽക്കുന്നില്ല. ആശങ്ക നിലനിൽക്കുന്ന മേഖലകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രതിഷേധങ്ങളും ബോധവൽക്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയായതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മാത്രം. ഓക്കെ, നന്ദി. സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായാണ്. ഈ വിഷയത്തിനകത്ത് ഏത് തരത്തിലാണ് ചർച്ച നടക്കുന്നത് എന്ന് നോക്കിയതിനു ശേഷം പ്രതികരിക്കാമെന്നാണ്. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ചർച്ച കൊണ്ട് മാറുമോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടോ എന്നുള്ളൊരു പ്രതികരണം കൂടി നാസർ ഫൈസി കൂടത്തായുടെ ഭാഗത്തുനിന്ന്